ഹലോ ഗൈസ്, കാർത്തിക് എക്സ് എന്ന പുതിയ ചാനലിലേക്ക് സ്വാഗതം ഗൈസ്. അപ്പോൾ ഇത് ഗൈസ് ഞങ്ങളുടെ ഫസ്റ്റ് വീഡിയോ ആണ് ഗൈസ്. അപ്പോൾ ഗൈസ് ഞങ്ങൾ ഇന്ന് കളിക്കാൻ പോകുന്ന ഗ്രാനി ലെഗസി ഹാർഡ് മോഡാണ് ഗൈസ്. അപ്പോൾ ഇന്നത്തെ ഗൈസ് ഗ്രാനിയും ഗ്രാൻഡ്പ വിത്ത് ഷോട്ട് ഗൺ ആണ്. അപ്പോൾ ഇത് ഞങ്ങളുടെ ഫസ്റ്റ് വീഡിയോ ആണ് ഗൈസ്. എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ നോക്കുക. അപ്പോൾ ഞങ്ങൾക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഗൈസ് ഇത് ഡേ 1 ആണ് ഗൈസ്. അപ്പോൾ ഗൈസ് ഞങ്ങളിവിടെ ഞങ്ങൾ എണീക്കുകയാണ് പതുക്കെ. ഇച്ചിരി ലാഗി ആയിട്ടൊക്കെ ഉണ്ട് ഫോണ്. ഞങ്ങൾ എണീറ്റിട്ടുണ്ട് ഗൈസ്. നമുക്ക് പോയി നോക്കാം ഗൈസ്. പ്രീസെറ്റ് 5 ആണ് ഗൈസ് ഞാൻ ഇനി കളിക്കുന്നത്. റണ്ടമൈസോ ഓർഡറിലൊന്നുമല്ല. അതിൻ്റെ ഗൈസ് ഗാനി വരുന്നു. ജസ്റ്റ് യൂസ് ഓക്കെ. ജസ്റ്റ് യൂസ് എക്സ്കേപ്പ് ആയി ഗൈസ്. ഇവിടെ ടീം പ്ലേയേഴ്സ് ഉണ്ട് ഗൈസ്. യെസ്, ഗ്രാനി പോകുന്നിടം വരെ വെയിറ്റ് ചെയ്യുക. ഗ്രാനി ഇപ്പോൾ പോകുമെന്ന് തോന്നുന്നു. ഓക്കെ ഗൈസ്, അപ്പോൾ ഗ്രാനി അങ്ങോട്ട് പോയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഞങ്ങൾക്ക് പതുക്കെ ഇറങ്ങാം ഗൈസ്. നോക്കട്ടെ പോയിട്ടുണ്ടോ ഇല്ലയെന്നേ. ഗൈസ് ഗ്രാനി വണ്ടിക്കോട്ട് പോകുന്നുണ്ട്. പക്ഷേ ഞങ്ങൾ ബുക്ക് എടുക്കാം. പക്ഷേ ഞങ്ങൾക്ക് ഇതേണ്ട ഗ്രാനിയുടെ ട്രാപ്പും കൂടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇച്ചിരി പാടുണ്ട്. നോക്കാം ഗൈസ്. ഗ്രാൻഡ് വരുന്നുണ്ടോ നോക്കണം. ഹാർഡ് മോഡാണ് ഗൈസ്. അത്യാവശ്യം ടഫൊക്കെ ഉള്ളതാണ്. അപ്പോൾ നോക്കാം. ഗൈസ് ട്രാപ്പ് ഇട്ട് കഴിക്കുന്നു. ഗ്രാനി തിരിച്ചു വരുന്നു. ആണ്ട് വരുന്നു. ജസ്റ്റ് മിസ്. അപ്പോൾ ഗൈസ് ഗ്രാനി വന്ന് എന്തോ ഭാഗ്യം കൊണ്ടാണ് ഗൈസ് ഗ്രാനി നോക്കിയിട്ട് പോകുന്നു. അതല്ല നോക്കുന്നേ. ഗൈസ് ഗ്രാനി പോകുന്നുണ്ടോന്ന് നോക്കാവേ. ഗൈസ് വെപ്പൺ എടുത്തിട്ട് വേണം രണ്ടിനെ പൂശാനായിട്ട്. ഗൈസ് ഇനിയും പുതിയ വീഡിയോകൾക്കായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. ഞാൻ എൻ്റെ എക്സ്ട്രീം പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. പറ്റുകയാണെങ്കിൽ ഞാൻ എക്സ്ട്രീമിൻ്റെ വീഡിയോയും കൂടി ഇടാം ഗൈസ്. ഇതിൻ്റെ നൈറ്റ് മെയർ വെർഷനും കൂടെ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക ഗൈസ്. നിങ്ങൾക്ക് ബുക്ക് കൊണ്ടുവെക്കാം. ഗ്രാൻഡ് വരുന്നുണ്ടോയെന്നൊന്നും അറിയത്തില്ല ഗൈസ്. നോക്കാം. അപ്പോൾ ഞാണ്ടേ ജസ്റ്റ് യൂസ് അപ്പോൾ തോക്കൊക്കെ പിടിച്ചുകൊണ്ട് വരുന്നുണ്ട്. താ മോനെ മൊടയാണോ ഗൈസ്? അപ്പോൾ തോക്കൊക്കെ പിടിച്ച് നിങ്ങളെ കൊല്ലാൻ വേണ്ടി വന്നിരിക്കുക. കുഴപ്പമില്ല ഗൈസ്, വെപ്പണൊക്കെ കയ്യിൽ കിട്ടും. അപ്പോൾ കൊടുക്കാം 2 എണ്ണം. അപ്പോൾ ഗൈസ് ഞങ്ങൾക്ക് മാക്സിമം ഇതിനകത്ത് പെട്ടെന്ന് എസ്കേപ്പ് ചെയ്യാൻ നോക്കാനുള്ളതാണ് ഗൈസ്. എൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ് ഗൈസ്. ഇനിയും പുതിയ വീഡിയോകൾക്കായി എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. ഗൈസ് വെപ്പങ്കി എടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പൂപ്പൻ അങ്ങോട്ട് പോകുന്നുണ്ട് പതുക്കെ. അറിയത്തില്ല ഗൈസ് തിരിഞ്ഞു വരുമെന്ന്. ഇവിടെ ഇരിക്കുക. ഓക്കെ, അപ്പൂപ്പൻ പോയിട്ടുണ്ടോ? ഇല്ല. ഓക്കെ, ആണ്ട ഗൈസ് പോകുന്നു. എന്തായാലും ഗൈസ് കാണാൻ ചാൻസ് ഉണ്ടെന്ന് എൻ്റെ ഒരു വിശ്വാസം. അതേ വരുന്നു. പറഞ്ഞില്ല അതിന് മുന്നേ ഇങ്ങി പോന്നു. അയ്യോ, അപ്പൂപ്പൻ ഭയങ്കര കഷ്ടമാണ്. ഗൈസ് ഇച്ചിരി ടഫാണ് ഗൈസ്. ഗ്രാനി ലെഗസി ആണല്ലോ. അപ്പോൾ ഗൈസ് എൻ്റെ അപ്പൂപ്പൻ അങ്ങോട്ട് പോയി ഗൈസ്. ഞങ്ങൾക്ക് പതുക്കെ വെപ്പൺ എടുക്കാം. ഓക്കെ ഓടിക്കോ. ഗൈസ് വെപ്പൺ എടുത്തിട്ടുണ്ട്. ഓക്കെ ഡാർട്ട് എടുക്കാം. എന്നിട്ട് ഗൈസ് ഞങ്ങൾ വേണ്ട ഗൈസ് ഗ്രാനി തൊട്ടടുത്ത്. എൻ്റെ ഗൈസ് എക്സ് ഷോട്ട് തന്നെ കൊടുത്തു തള്ളക്ക്. പലയിലെങ്ങാണ്ടാ പോയി അടിച്ചതെന്ന് തോന്നുന്നു. ഇപ്പം അപ്പൂപ്പൻ ഇങ്ങനെ ഓടിയാലേ അങ്ങേക്കും കൊടുക്കാം. പുള്ളി ഒച്ചയൊക്കെ ഉണ്ടാക്കും. പക്ഷെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഗൈസ്. ഞങ്ങളുടെ കയ്യിലാണ് കളി ഇപ്പോൾ. ഞങ്ങൾ തോക്കെടുത്ത് അങ്ങോട്ട് പോവാ. അപ്പോൾ ഗൈസ് ഞങ്ങൾക്ക് നേരെ നോക്കാം. അത് ഭയങ്കര ജസ്റ്റ് യൂസ് ആയിരുന്നു ഗൈസ്. ഗ്രാനി വന്ന സമയത്ത് ഇതെവിടെ നിന്ന് ഒച്ച ഉണ്ടാക്കിയെന്ന് അറിയത്തില്ലായിരുന്നു ഗൈസ്. ഗ്രാനി പെട്ടെന്നെങ്കിൽ പോകുന്നത് ഇച്ചിരി സീനായിട്ടുള്ള പരിപാടിയായിരുന്നേ. പക്ഷേ ഞങ്ങൾക്ക് ഈ കട്ടിംഗ് പ്ലേസ് വെച്ച് ഞങ്ങൾക്ക് വയസ്സ് മുറിച്ച് കളയാം. പക്ഷേ ഞങ്ങൾക്ക് നേരെ ഇങ്ങോട്ട് അടക്കം മിറ്റത്തോട്ട് പോവാം. കിണറൊക്കെ ഇരിക്കുന്നിടത്ത് പോകണ്ടേ. അപ്പോൾ ഇവിടെ ഗ്രാനിയെ ഒച്ചയിട്ട് വിളിക്കുന്നുണ്ട് ഗൈസ്. ഞങ്ങൾക്ക് അങ്ങോട്ട് പോവാം. ഇച്ചിരി ലാഗായിട്ട് തോന്നുന്നുണ്ട് ഗൈസ്. ഇത് എൻ്റെ ഫോണിൻ്റെ കുഴപ്പമാണെന്ന് അറിയത്തില്ല. ഇച്ചിരി ലാഗാണ് ഗൈസ്. ഇതാണ്ട് അവിടെ 2 ബുള്ളറ്റ് ഇരിപ്പുണ്ട്. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് ഇങ്ങോട്ട് പോകണം ഗൈസ്. പുള്ളിയുടെ വേസ് ആ മൂലയ്ക്ക് ഇരിപ്പുണ്ടെന്ന് എനിക്ക് വിശ്വാസം ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് നേരെ എങ്ങനെയും പോവാം.
അപ്പോൾ ഞാൻ മാക്സിമം എക്സ്കേപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും, അധികം ടൈം വേസ്റ്റ് ചെയ്യാറ്. ചേട്ടാ കാക്കയാക്കിക്കൊണ്ട് ഗൈസ് അവിടെ മാസ്റ്റർ കീ ഇരിക്കുന്നതാ. അപ്പൂപ്പൻ്റെ സ്ഥിര സ്ഥലമാണ് ഇവിടെ വരുന്നത്. പുള്ളിക്ക് ഇങ്ങോട്ട് വന്നും പോക്കുമൊക്കെ ശീലമുള്ളതാ. എന്തോ ഈ സ്ഥലത്തിനോട് ഇത്ര ഇഷ്ടമെന്ന് എനിക്കറിയത്തില്ല. സ്പോണാണെന്ന് ഇല്ല കൂടെ ഒക്കെ തരാം. വയസ്സ് ഞങ്ങൾക്ക് ഒന്നും കൂടെ വെയിറ്റ് ചെയ്യാം ഗൈസ്, ഞാനീ വരുന്നുണ്ടോയെന്ന്. വയസ്സ് ഞങ്ങൾക്ക് ഈ സൈഡിലത്തെ തട്ടിയൊക്കെ ഇടാം. വീണില്ല അത്, അയ്യോ വീണില്ല. പൊക്കോ. ഇത് തള്ളച്ച് അപ്പൂപ്പനെ തട്ടിയിട്ടേ എന്ന് പോകത്തുള്ളൂ ഇവിടുന്ന്. ജഡിനെ തീർക്കും ഇന്ന് ഇവിടെ വെച്ചാൽ തന്നെ. അപ്പോൾ ഗൈസ് ഇത് നോക്കാം ഗൈസ് വരുന്നുണ്ടോയെന്ന്. ഗ്രാനി ഏതായാലും വരുന്നുണ്ട്. അയ്യോ മാസ് കാണിച്ചു വന്നാ ഗൈസ് പോയി. അപ്പൂപ്പനെ തട്ടാൻ നിൽക്കണ്ട ഗൈസ്, നിങ്ങൾക്ക് കുറേ സമയം ആവശ്യമുള്ളതാ. അപ്പൂപ്പൻ അവിടെ ഇന്നോളും. അങ്ങക്ക് പോയി ബാക്കിയുള്ള കാര്യങ്ങൾ കുറച്ച് ട്രാപ്പൊക്കെ ഇട്ട് വെച്ചിരിക്കുന്നു, പതുക്കെ പോണം. ഓക്കെ അപ്പോൾ ഗൈസ് ഇത് പാളക്കോട് കിട്ടിയിട്ടുണ്ട്. ഗൈസ് ഞങ്ങൾക്കിത് വെക്കാം. അപ്പോൾ ഗൈസ് അത് കഴിഞ്ഞു. ഗൈസ് ഫ്രഞ്ച് ഹാൻഡിലുണ്ട്, അത് വെച്ച് ഞങ്ങൾക്ക് ആർമർ എടുക്കാം ഗൈസ്. താഴെയുണ്ട്, കിണറ്റിൻ്റെ അവിടെ ഉണ്ട് ആർമർ. വേഗം ചെയ്തിട്ട് വേഗം എസ്കേപ്പ് ചെയ്യാനുള്ളതാണ് ഗൈസ്. ഇവിടെ ഇന്ന് നിൽക്കുന്ന പന്തികളാണ്. അപ്പോൾ ഗൈസ് ഇത് ഗൈസ് എടുക്കുവാണ് ഗൈസ്, ആർമർ എടുക്കുവാണ് ഗൈസ്. എത്തി ഏതാണ്ട് എത്തിയിട്ടുണ്ട്. ഓക്കെ ഗൈസ്. ഓ ഭയങ്കര ചടങ്ങ്. അവിടെ പോവാം. ഗൈസ് ഞങ്ങൾ ആർമർ എടുത്തോട്ട് ഇവിടെ ഒച്ച ഉണ്ടാക്കി ഞങ്ങൾക്ക് ഇവിടെ പോവാം. അപ്പോൾ ഗൈസ് നമ്മൾ പതുക്കെ അങ്ങോട്ട് പോവാം ഗൈസ്. ആരും വരുന്നുണ്ട്? ഇല്ല. അപ്പം നോക്കാം, പോവാം. അയ്യോ വരുന്നുണ്ടോ? അപ്പൂപ്പനെയാണ് ഡൗട്ട്. അപ്പൂപ്പൻ ഈ ഗ്യാരേജിൻ്റെ അവിടെ നിന്നൊക്കെ ആയിരിക്കും വരുന്നത്, എനിക്ക് അത്ര ഡൗട്ടാ. ഓക്കെ ഗൈസ് അവിടെ ആർമറിൻ്റെ പണി കഴിഞ്ഞു ഗൈസ്. നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് നോക്കട്ടെ ഗൈസ്. ഇവിടെ ഗ്രാനിയെ ഒച്ചയിട്ട് മാറ്റിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിലോ കൂടെ പോയി വെപ്പൺ എടുക്കണമെന്ന് തോന്നുന്നു. അതിന് നിങ്ങളെ പൂഷണം എഴുതേ ഗൈസ്. അപ്പൂപ്പൻ പോകുന്നു, കയ്യിലൊന്നും ഇല്ല ഗൈസ്. അയ്യോ കേട്ടു വരുന്നുണ്ട്. ഇല്ല ഞാൻ വെച്ച് കണ്ടെന്നാണ്ട് അമ്മച്ചി അവിടെ ഇപ്പോൾ ഉണ്ട്. അപ്പൂപ്പൻ ഇപ്പം അതിലെ കൂടെ കയറിപ്പോയി. അയ്യോ പൊന്നു അടാ അപ്പൂപ്പൻ വന്ന് ജസ്റ്റ് യൂസാണേ. ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിപ്പോയെങ്കിൽ കഴിഞ്ഞ അവിടെ കൊണ്ട്. ഞങ്ങൾക്ക് ആർമറിൻ്റെ ഒച്ച ഉണ്ടാക്കിയിട്ടുണ്ട് ഗൈസ്. ഞങ്ങൾക്ക് നേരെ പോവാം. അയ്യോ ജസ്റ്റ് യൂസ് പോവാം. ഞങ്ങൾക്ക് ആ പറ്റി അവിടെ പോയ ബാറ്ററി എടുക്കണം. പിന്നെ ഇവിടെ എൻ്റെ ഷോട്ട് ഗൺ ഡബിൾ ബാരലുണ്ട്. നമുക്ക് ഗൈസ് രണ്ടിനെ ഞാൻ കൊല്ലാം അങ്ങോട്ടാ ഇട്ട് ഗൈസ്. ഞങ്ങൾക്ക് ബുള്ളറ്റ് എടുക്കാം ഗൈസ്. ഇവിടെ ഒന്ന് സൈഡിലോട്ടൊന്ന് വെടിയും കൂടെ വെച്ചേക്കാം ഗൈസ്. ബുള്ളറ്റ് എടുത്തിട്ടുണ്ട്. ഇപ്പം രണ്ടുപേരും എന്തായാലും വരും ഗൈസ്. രണ്ടിനെ അടിച്ച് തീർത്തിട്ട് ഇന്ന് ഇവിടുന്ന് പോകത്തുള്ളൂ. എൻ്റെ ഗ്രാനി ഇട്ടിട്ടുണ്ട് ഗൈസ്. ഈ അൺഒഫീഷ്യൽ ഗെയിം കൊള്ളാം ഗൈസ്. എന്തോന്ന് വെച്ചാൽ എൻ്റെ അപ്പോൾ ഗൈസ് അപ്പൂപ്പും വന്നു. അങ്ങേരും പോയി ഗൈസ്. നമുക്ക് താഴെ പോവാം. അപ്പോൾ ഈ ഗെയിമിനെ കുറിച്ച് പറയാനുള്ളൂ ഇത്രയേ ഉള്ളൂ ഗൈസ്. ഇതിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് ഓഞ്ചിയ ഐ എന്ന് പറയുന്ന യൂട്യൂബറാണ്. പ്രത്യേകമാണ് ഗ്രാനി 3 എൻഹാൻസ്ഡ് എന്ന് പറയുന്ന ആദ്യത്തെ ഗ്രാനി 3യുടെ റീമേക്ക് വെർഷൻ ഇറക്കിയത്. പ്രത്യേകം ഗ്രാനി ചാപ്റ്റർ 2ൻ്റെ എൻഹാൻസ്ഡ് വെർഷൻ പ്രൊജക്റ്റിലാണ് ഗൈസ്. അതിൻ്റെ ചെറിയൊരു ഡീറ്റെയിൽ വീഡിയോ അദ്ദേഹം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ചില മിസ്റ്റേക്കൊന്നും ഇല്ലെന്നൊക്കെ പറയുന്നില്ല, അൺഒഫീഷ്യൽ ആയതുകൊണ്ട് കാണും. അപ്പോൾ ഇതിനകത്ത് ഗൈസ് റോബോട്ട് എസ്കേപ്പ് ഉണ്ട്. അപ്പോൾ അതെന്തായാലും ചെയ്യണം ഗൈസ്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഇത് പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടെ ചാടാം. ഓക്കെ എടുത്തിട്ടുണ്ട് ഗൈസ്, എടുത്തിട്ടുണ്ട്. ഓക്കെ സ്പൈഡറൊക്കെ എടുത്തിട്ടുണ്ട് ഗൈസ്. ലാവ് ചെയ്യുന്നേ. അയ്യോ ജസ്റ്റ് ഓടിക്കോ. സ്പൈഡർ ആഞ്ചലീനയൊക്കെ ആണെങ്കിൽ ഭയങ്കര
ആൾമൂടാണ് ഗൈസ്, പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് ഞങ്ങൾക്ക് സുഖമായിട്ട് വിട്ടിച്ച് പോകാന്നേ ഉള്ളൂ ഗൈസ്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, നമ്പർ നോക്കിയിട്ടില്ല. ചെന്ന് പൊട്ടി തെറിക്കുമെന്ന് സംശയമില്ല, തെറിച്ചിരിക്കും. നോക്കാം, ഞങ്ങൾക്കേ പറയാൻ പറ്റത്തുള്ളല്ലോ. ഗൈസ് മെസ്സേജ് ഗൈസ്, കുഴപ്പമില്ല ഗൈസ്. ഫോൺ നല്ലോണം ലാഗ് ചെയ്യുന്നുണ്ട് ഗൈസ്. അത് ഈ സ്വീവറി ഇറങ്ങിയിട്ട് തന്നെ ആട്ടാ ഗൈസ് നിൽക്കുന്നു. ഗൈസ് നമുക്ക് നോക്കാം. ഞങ്ങൾക്ക് ഏതാണ്ട് ഞങ്ങൾ എസ്കേപ്പ് ചെയ്യാറായിട്ടുണ്ട് ഗൈസ്. സെൻസിറ്റിവിറ്റിയിൽ നമ്മുടെ കുറയ്ക്കാം ഗൈസ്. ലാഗാണ് ഗൈസ്. ഗൈസ് അങ്ങനെ കുറയ്ക്കാതിരിക്കാൻ പറ്റത്തില്ല. എനിക്ക് പോയിട്ടുണ്ട് ഗൈസ്. ഇവിടെ 2 പെട്ടി നിൽപ്പുണ്ട്. ഇതിലേതെങ്കിലും ഒന്ന് എത്തി ഞാൻ അല്ല, ഒന്നെങ്കിൽ ഞാൻ പടമാവും, ഞാൻ രക്ഷപ്പെടും ഗൈസ്. ഒന്നെടുത്ത് നോക്കാം. ഓ ജസ്റ്റ് യൂസ് ഗൈസ്. ഇത് ഭയങ്കര ടഫായിരുന്നു ഗൈസ്. ഇത് ഇവിടെ എത്തുമ്പോൾ ഞാനൊന്ന് പേടിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്കപ്പോഴും ഞാൻ പൊട്ടിത്തെറിച്ചാവുള്ളൂ. ഞാൻ നമ്പർ പോലും നോക്കാവാ പോകുന്നത്. ഞാൻ ലക്കിനനുസരിച്ച് തുറക്കുന്നത് മിക്കപ്പോഴും. എങ്ങനെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ ഞാൻ പോയി ഓപ്പൺ ചെയ്യും, അല്ലെങ്കിൽ പൊട്ടിത്തെറിച്ച് പോകും. അത്രേ ഉള്ളൂ. പിന്നെ ഗൈസ് ഇതായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട് ഗൈസ്. അപ്പൂപ്പൻ്റെ ഒച്ചയൊന്നും ഇവിടെ ഇല്ല. അപ്പൂപ്പൻ ഇപ്പോഴും ഈ ഗ്യാരേജിനകത്തുള്ളതാ. നോക്കാം ഗൈസ് ഇവിടെ ആളുണ്ടോന്ന്. ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ഇല്ല. വിട്ടു. ഇതുപോലെ ഈ ടണലൊക്കെ ഉള്ളതുകൊണ്ട് ഗെയിമിന് നല്ല ഹെൽപ്ഫുൾ ആയിരിക്കും ഗൈസ്. ഗൈസ് അങ്ങനത്തെ എൻ്റെ പുള്ളിയുടെ ഷോട്ട് ഗൺ ഇടിപ്പുണ്ട്, അതവിടെ കിടക്കട്ടെ. പുള്ളിയെ ഇനിയിപ്പോഴേ കൊല്ലേണ്ട ആവശ്യമൊന്നുമില്ല ഗൈസ്. അല്ലാതെ തന്നെ ഞങ്ങൾക്കിപ്പോൾ എസ്കേപ്പ് ചെയ്യാനുള്ളതുണ്ട്. ഇനി സ്പോട്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഹാർഡ് മോഡ് ആയതുകൊണ്ട് നമ്മൾ ഓടിച്ചിട്ട് പിടിക്കുക ഇച്ചിരി പാടാണ്. അതൊക്കെ അത്ര സ്പീഡ് ഇൻക്രീസ്ഡ് ആയതുകൊണ്ട് തന്നെ ഗൈസ്. ഗൈസ് ഞാൻ നേരെ കയറിപ്പോൾ പാടലോക്കിയിട്ട് ഓക്കെ സ്ക്രൂ ഡ്രൈവർ എടുക്കാം ഗൈസ്. ഗോ. അപ്പോൾ ഗൈസ് ഞങ്ങൾ നേരെ താഴോട്ട് പോവാം. അങ്ങോട്ട് എത്തി ഞങ്ങൾക്ക് ഓപ്പൺ ചെയ്തേക്കാം. കാർ കീ തന്നെ ഇതിനകത്ത് ഗൈസ് ഉള്ളത്. ഓക്കെ കിട്ടി. ഞങ്ങൾക്ക് ഗ്യാരേജിലോട്ട് പോവാം. ഗൈസ് ഇവിടെ ഒച്ച ഉണ്ടാക്കിയിട്ട് ഗ്യാരേജിലോട്ട് പോവാം. ഗൈസ് ഞാൻ കുറച്ച് ഇത് കളിച്ച് നോക്കി ഗൈസ്. ഞാൻ ഗ്രാനി റീവാമ്പൊക്കെ ആൺമോഡ് എസ്കേപ്പ് ചെയ്തിട്ടുള്ളതാ. സിയോർ എസ്കേപ്പ് അന്ന് കളിച്ചപ്പോഴത്തേക്ക് ഒരു 32 മിനിറ്റോളം ഞാൻ കളിക്കാൻ പാടുപെട്ടു എസ്കേപ്പ് ചെയ്യാനായിട്ട്. അത് പ്രീ-75-ല്. കാരണം എനിക്ക് അത്രയും എക്സ്പീരിയൻസ് ഇല്ലായിരുന്നു. പിന്നെ എനിക്ക് ഒരു പേടി മാറി കിട്ടി. നല്ലോണം എക്സ്പീരിയൻസ് കിട്ടിയതോടുകൂടി എനിക്കിപ്പോൾ പെട്ടെന്ന് കളിക്കാൻ പറ്റുന്നുണ്ട്. എനിക്ക് എക്സ്ട്രീമും കളിക്കാൻ പേടിയില്ലാതായി. ഇപ്പോൾ എനിക്ക് വേറൊരു ചാനൽ ഉണ്ടായിരുന്നു ഗൈസ്, അതിപ്പോൾ അതിനകത്ത് വീഡിയോ ചെയ്തിട്ട് ഇത് എൻ്റെ പുത്തൻ ചാനലാണ്. അപ്പോൾ മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഗൈസ്, മാസ്റ്റർ കീ എടുത്തിട്ടുണ്ട് ഗൈസ്. ഇപ്പം ഞങ്ങൾ എസ്കേപ്പ് ആവാം ഗൈസ്. ഓക്കെ ഇവിടെ ഒച്ച ഉണ്ടാക്കിയിട്ടുണ്ട് ഗൈസ്. ഓടാ. ഓക്കെ എൻ്റെ ഗൈസ് അങ്ങനെ എസ്കേപ്പായി. ഗൈസ് ഞങ്ങളങ്ങനെ എസ്കേപ്പ് ആയിട്ടുണ്ട് ഗൈസ്. അയ്യ പാവം 2 നോക്കിയിരിക്കുന്നു, ചീരിപ്പോയി. എന്നെ പിടിക്കാൻ പറ്റില്ല ഗൈസ്. അപ്പോൾ ഈ വീഡിയോ ഇത്രയുള്ളൂ ഗൈസ്. മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരുന്നതായിരിക്കും. ബൈ ഗൈസ്.